ഹായ് ഓൾ, ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് OSI ലെയർ അല്ലേ. ഈ OSI ലെയറിലുള്ള സെക്കൻഡ് ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ. ഫിസിക്കൽ ലെയർ കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ട് മുകളിലുള്ള ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ നമുക്കറിയാം, ഫിസിക്കൽ ലെയറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ബിറ്റ്സ് രൂപത്തിലായിരിക്കും. ആ ബിറ്റ്സിനെ നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ അതിൻ്റെ ഫ്രെയിംസ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ data link layer transform the physical layer, a road transmission facility, to a link responsible for node-to-node communication. Data link ലെയറിൽ node-to-node communication ആണ് പോസിബിൾ ആക്കുന്നത്. The specific responsibilities of a data link layer includes framing, addressing, flow control, error control, media access control. ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആണ് ഡാറ്റ ലിങ്ക് ലെയറിനുള്ളത്. I repeat, first of all, framing, addressing, flow control, error control, media access control. Then the data link layer divides the stream of bits received from the network into manageable data unit called frames. നമ്മൾ പറഞ്ഞു ഫ്രെയിംസ് ആക്കിയിട്ടാണ് ഡാറ്റ ലിങ്ക് ലെയറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, the data link layer add a header to the frame to define addresses of the sender and receiver of the frame. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ ഫ്രെയിംസ് ആക്കിയിട്ട് മാറ്റുന്ന സമയത്ത് ഓരോ ഫ്രെയിംസിൻ്റെ കൂടെയും ഒരു ഹെഡർ ഫോർമാറ്റും കൂടെ ആഡ് ചെയ്യും. ഇതെന്തിനാന്ന് വെച്ചാൽ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും അഡ്രസ്സസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡറിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, if the rate at which the data are absorbed by the receiver is less than the rate at which the data are produced in the sender, the data link layer imposes flow control mechanism to avoid overwhelming the receiver. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലോ കൺട്രോൾ അല്ലേ, ഒരുപാട് ഡാറ്റാസ് നമ്മൾ സെൻഡർ ടു റിസീവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ കൺട്രോൾ മെക്കാനിസം കൂടെ ഈ ഒരു ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ the data link layer add reliability to the physical layer by adding mechanisms to detect and retransmit damaged, duplicate or lost frames. അതുപോലെ തന്നെ ഇതിൻ്റെ റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റയിൽ എന്തെങ്കിലും ഡാമേജസോ എറേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. സോ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിലയബിൾ ആണെന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, when two or more devices are connected to the same link, data link layer protocol are necessary to determine which device has control over the link at any given time. That is, ഒരുപാട് നമ്മൾ ഒരു സെയിം നെറ്റ്വർക്കിലേക്ക് ഒരുപാട് ഡിവൈസസിനെ കണക്ട് ചെയ്താൽ ഒരു ഡിവൈസസിൽ നിന്നും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് റിസീവർ ആരാണ് എന്നുള്ളത് അത് അതിൽ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. അതായത് ആ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ അതിൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഏതാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. അതെന്താണ്, ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറയാം. എറർ ഡിറ്റക്ഷനും ദെൻ ആ ഒരു കറസ്പോണ്ടിങ് ഡിറ്റക്റ്റ് ചെയ്ത എറേഴ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതും. ഓക്കെ, the networks must be able to transfer data from one device to another with acceptable accuracy. നമ്മൾ നെറ്റ്വർക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യാണല്ലേ, ഒരു ഡിവൈസസിൽ നിന്നും വേറൊരു ഡിവൈസസിലേക്ക് ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അത് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റനെ നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
Okay, a system must guarantee that the data received are identical to the data transmitted. ആക്ച്വലി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ തന്നെ എവിടെ കിട്ടണം? റിസീവർ എൻഡിൽ കിട്ടണം അല്ലേ? കറക്റ്റഡ് ഡാറ്റനെ കിട്ടണം. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് റിസീവർ സൈഡിൽ കിട്ടാനായിട്ട് പറ്റൂല. Okay, the data can be corrupted during transmission. Some application require the error to be detected and correct. അപ്പോൾ ഇതിൽ നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനും കൂടെയുള്ള ഓപ്ഷന് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ആരാണ്? ഡാറ്റ ലിങ്ക് ലെയർ ആണ് കേട്ടോ. Okay, some applications can be tolerate the small level of errors. For example, random error in audio or video transmission may be tolerate, but when we transfer the text, we expect a very high level of accuracy. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റാസ് എറേഴ്സ് എല്ലാം കണ്ടു. ചിലപ്പോൾ ആ എറർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്മോൾ ലെവൽ ഓഫ് എറർ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓഡിയോയിലോ വീഡിയോയിലോ നമ്മൾ ചെയ്യുന്ന ടെക്സ്റ്റിലോ ചെറിയൊരു എറർ വന്നാൽ തന്നെ മതി അല്ലേ? അത് റിസീവർ എൻഡിൽ എത്തുമ്പോൾ അത് കറക്റ്റ് എന്തായിരിക്കും? ഒരു പക്ഷേ ചെറിയൊരു സിംഗിൾ ബിറ്റിൻ്റെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അത് റിസീവർ എൻഡിൽ എത്തുമ്പോൾ അത് വലിയൊരു എറർ തന്നെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഡാറ്റ ലിങ്ക് ലെയറിനാണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ എറർ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സിംഗിൾ ബിറ്റ് എറർ ആൻഡ് ബേസ്റ്റ് ബിറ്റ് എറർ. ഓക്കെ, ആക്ച്വലി സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത് അതിൽ ഒരു ബിറ്റ് മാത്രമായിരിക്കും എററായിട്ടുണ്ടാവുക. നമ്മൾ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡാറ്റയിലെ ഏതെങ്കിലും ഒരു ബിറ്റിന് മാത്രം എന്തെങ്കിലും ഒരു എറർ വരികയാണെന്നുണ്ടെങ്കിലാണ് സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 0 എന്നുള്ളത് 1 ആവാം, 1 എന്നുള്ളത് 0 ആവാം. അങ്ങനെയുള്ള ഒരു സിംഗിൾ ബിറ്റ് എററിനെയാണ് നമ്മൾ സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്റ്റ് ബിറ്റ് എറർ എന്തായിരിക്കും? അപ്പോൾ ബേസ്റ്റ് ബിറ്റ് എറർ എന്ന് പറഞ്ഞാൽ that 2 or more bit in the data unit have changed from 0 to 1 to 0 or 0 to 1. അതായത് രണ്ടോ അതോ അതിലധികമോ ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യുക. ആ ബിറ്റ്സിൽ എറർ വരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ്റ്റ് എറർ എന്ന് പറയുന്നത്. ബേസ്റ്റ് എറർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ സീരിയൽ ട്രാൻസ്മിഷൻ. ഇത് മെയിൻലി സീരിയൽ ട്രാൻസ്മിഷനിലാണ് ഇത് ഒക്കർ ചെയ്യുക, ബേസ്റ്റ് എറർ ഒക്കർ ചെയ്യുക. ദ ഡ്യൂറേഷൻ ഓഫ് നോയ്സ് ഈസ് ലോങ്ങർ ദാൻ ഡ്യൂറേഷൻ ഓഫ് ബീറ്റ്സ്, വിച്ച് മീൻസ് ദാറ്റ് വെൻ നോയ്സ് എഫക്റ്റ് ഡാറ്റ ഇറ്റ് എഫക്റ്റ് സെറ്റ് ഓഫ് ബിറ്റ്. അപ്പോൾ ഒരു പക്ഷേ അതിലെന്തെങ്കിലും ഒരു നോയ്സിൽ ചേഞ്ചസ് വന്നാൽ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റയിൽ ചേഞ്ച് വരുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസ്റ്റ് എറർ. ഇനി റിഡൻഡൻസി ബിറ്റ് എന്താണെന്ന് നോക്കാം. റിഡൻഡൻസി ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് ഡിറ്റക്റ്റിംഗ് ഓർ കറക്റ്റിംഗ് എറേഴ്സ് ഇൻ റിഡൻഡൻസി. അതായത് നമ്മൾ എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡൻഡൻസി. ആ ഒരു കോൺസെപ്റ്റാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. To be able to detect or correct errors, we need to send some extra bit with our data. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റേൻ്റെ കൂടെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ബിറ്റിനെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ബിറ്റിനെയാണ് എന്ന് പറയുന്നത് റിഡൻഡൻസി ബിറ്റ് എന്ന് പറയുന്നത്. These redundant bits are added by the sender or removed by the receiver. ഇത് റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യാനാണ് സെൻഡർ ആയിരിക്കും, അത് റിമൂവ് ചെയ്യുന്നത് റിസീവിങ് എൻഡിലെത്തിയതിന് ശേഷമായിരിക്കും. ദയർ പ്രസൻസ് അലോ ദ റിസീവർ ടു ഡിറ്റക്റ്റ് ഓർ കറക്റ്റ് കറപ്റ്റഡ് ബിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിഡൻഡൻസി ബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ ഉണ്ടോ അല്ലോ ഇല്ല എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് റിഡൻഡൻസി ബിറ്റ് കൊണ്ടുള്ള യൂസ്. ഓക്കെ, ഇനി എറർ ഡിറ്റക്ഷൻ എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഓക്കെ,
In error detection, we are looking only to see if any error has occurred. The answer is simple yes or no. We are not even interested in number of errors. അപ്പം നമ്മളതിൽ എറർ വന്നു എന്ന് വെക്കുക, എന്തെങ്കിലും എററിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് there are 4 types of redundancy checks that are used in data communication. Mainly 4 types of redundancy check ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക്, VRC എന്നാണ് സിംപ്ലി നമ്മൾ പറയുക. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്ക്, ദാറ്റ് ഈസ് LRC. ആൻഡ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, CRC. ഫൈനലി ചെക്സാം. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ VRC, വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക്. ഓക്കെ, the most common and least expensive mechanism for error detection is vertically redundancy check. ഇതിൽ നമ്മൾ മെയിൻലി മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്നതും അതുപോലെ ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ചെക്കാണ്, എറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക് അല്ലെങ്കിൽ VRC എന്ന് പറയുന്നത്. A redundant bit called a parity bit is appended to every data until so that the total number of ones in the unit become even. ഇതിൽ ആക്ച്വലി VRCൻ്റെ കേസിൽ ഈവൻ പാരിറ്റി ബിറ്റ് അതുപോലെ ഓഡ് പാരിറ്റി ബിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മളിതിൽ നോക്കുന്നത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയിൽ എത്ര വൺസ് ഉണ്ട് നോക്കും. ഓക്കെ, ഈവൻ പാരിറ്റി ബിറ്റിലാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0 ആഡ് ചെയ്യും, അല്ലെങ്കിൽ 1 ആഡ് ചെയ്യും, അല്ലെങ്കിൽ 0 ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഓഡ് പാരിറ്റി ബിറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് വൺസ് ഓഡാണ് എന്നുണ്ടെങ്കിൽ 1 ആഡ് ചെയ്യും, അല്ല ഈവൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 0 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഈവൻ പാരിറ്റി ബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ 1 1 0 0 0 0 1. ഇതിൽ നമ്മൾ ഇത് ഈവൻ പാരിറ്റി ബിറ്റാണ്. സോ ഇതിൽ 3 വൺസാണ് ഉള്ളത്. അപ്പോൾ ഈവൻ പാരിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈവൻ ആക്കണം അല്ലേ. അപ്പോൾ 1 ആഡ് ചെയ്യാം. ഇനി ഇത് ഇവിടെ ഈ കൊടുത്തതിൽ ഒരു 1 കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഈവൻ ആയി. സോ അവിടെ നമ്മൾ പാരിറ്റി ബിറ്റായിട്ട് ആഡ് ചെയ്യുക 0 ഓക്കെ, ഈവൻ പാരിറ്റി ആകുമ്പോൾ നമ്മൾ ഈവൻ ആക്കാനാണ് നോക്കുക. ഓക്കെ, ഓഡ് പാരിറ്റി ആകുമ്പോൾ ഓഡാക്കാനാണ് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു 1 1 ദെൻ 1 1 0 0 0 1 എന്നുള്ളതാണ് നമ്മളെ ഡാറ്റ. ഓക്കെ, ആഡിങ് ടുഗദർ നമ്പർ ഓഫ് വൺസ് ഗിവ്സ് അസ് 3 ആൻഡ് ഓഡ് നമ്പർ. നമുക്കറിയാം നമ്പർ ഓഫ് വൺസ് 3 ആണ്, ദാറ്റ് ഈസ് ഓഡ്. ബിഫോർ ട്രാൻസ്മിറ്റിംഗ് വി പാസ് ദ ഡാറ്റ യൂണിറ്റ് ത്രൂ എ പാരിറ്റി ജനറേറ്റർ. പാരിറ്റി ജനറേറ്റർ കൗണ്ട്സ് ദ വൺസ് ആൻഡ് അപ്പൻഡ് ദ പാരിറ്റി ബിറ്റ് ടു ദ എൻഡ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പാരിറ്റി ജനറേറ്ററിലേക്ക് കൊടുക്കുക ചെയ്യുക. ഈ പാരിറ്റി ജനറേറ്ററാണ് നോക്കുക നമ്പർ ഓഫ് വൺസ് എത്രയാണെന്നുള്ളത്. ഓൾറെഡി ഈവൻ ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും ആഡ് ചെയ്യുക, അല്ല ഓഡാണെന്നുണ്ടെങ്കിൽ അതിനെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1 കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈസ് നൗ 4 ആൻഡ് ഈവൻ നമ്പർ. ഓക്കെ, അപ്പോൾ അത് ഈ കേസിൽ അത് ഈവൻ നമ്പറായി. System now transmits the entire expanded unit across the network. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡ് പാരിറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ഓഡാക്കാനായിരിക്കും നോക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 1 1 0 0 0 1 നമ്മൾ പറഞ്ഞു 3 വൺസ് ഉണ്ട് അല്ലേ. അതിന് നമ്മൾ ഓഡ് പാരിറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പാരിറ്റി ബിറ്റ് 0 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് ഇത് ഓൾറെഡി ഡാറ്റ ഓഡാണ്. അപ്പോൾ നമുക്ക് ഓഡ് പാരിറ്റി 0 ആക്കി മാറ്റാൻ മതി. അതായത് നമുക്ക് വേറെ എക്സ്ട്രാ 1 ആഡ് ചെയ്യണ്ട ഓഡാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഓഡ് പാരിറ്റി
നോക്കുന്നത്. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക്. വെർട്ടിക്കലി ഉള്ള ഡാറ്റാസിലുള്ള നമ്പർ ഓഫ് വൺസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പാരിറ്റി ബിറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ പാരിറ്റി ബിറ്റും ഡാറ്റയും കൂടെ നമ്മൾ റിസീവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി റിസീവർ എൻഡിലെത്തുന്ന സമയത്ത് ഈവൺ പാരിറ്റി ആകുമ്പോൾ നമുക്ക് 1 ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈവൺ പാരിറ്റി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 ഉണ്ട്, സോ അവിടെ എറേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നേരെ തിരിച്ച് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും എറർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്കറാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്കിൽ നമുക്ക് കിട്ടിയ ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റന് നമ്മൾ റോ വൈസായിട്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഓരോന്നിലും കോളം വൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പാരിറ്റി കണ്ടെത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ 1 1 1 0 0 1 1 1 അതൊരു ഡാറ്റ. അതുപോലെ തന്നെ സെക്കൻഡ് ഡാറ്റ എന്താണ് 1 1 0 1 1 0 1 അത് നമ്മൾ സെക്കൻഡ് റോയിൽ കൊടുത്തു. ദെൻ തേർഡ് റോയിൽ 0 0 0 1 1 0 1 കിട്ടി. അത് നമ്മൾ തേർഡ് റോയിൽ കൊടുത്തു ഇല്ലേ. ദെൻ ഫോർത്ത് റോയിൽ ഏതാ വരുന്നത് 1 0 1 0 1 0 0 1. ഓക്കെ, ഇത്രയും വന്നു. ഇനി ഇതിൽ ഓരോന്നും ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ കോളം വൈസായിട്ട് നമ്മളത് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പാരിറ്റി കണ്ടെത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാരിറ്റി കണ്ടെത്തേണ്ട സമയത്ത് ഇവിടെ നമ്മൾ ഈവൺ പാരിറ്റിയാണ് പറയുന്നത്. ഈവൺ പാരിറ്റീൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഈവൺ നമ്പറാക്കാൻ വേണ്ടിയിട്ട് നോക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോളം നോക്കുക, അതിൽ 1 1 0 1 എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 3 ആണ്. അത് നമ്മൾ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1 നമ്മൾ ഇതിൽ കൊടുക്കും, പാരിറ്റിയിൽ കൊടുക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് കോളം നോക്കുക. സെക്കൻഡ് കോളത്തിൽ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാരിറ്റി 0 ആയിരിക്കും, ഒരു 1 ആഡ് ചെയ്യണ്ട. ഓക്കെ, ഓൾറെഡി ഈവൺ ആണ്. ദെൻ അതുപോലെ തേർഡ് കോളത്തിൽ 3 വൺസ് തന്നെയാണ് വീണ്ടും വന്നത്. അങ്ങനെ 3 വൺസ് വരുമ്പോൾ അതിലേക്ക് വീണ്ടും 1 ആഡ് ചെയ്യും ഈവൻ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഫൈനലി നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാരിറ്റി കിട്ടുമല്ലോ. ആ പാരിറ്റിനെ നമ്മൾ ഡാറ്റൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് റിസീവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, instead of sending a block of 32 bit, we organize them in a table made for 4 rows and 8 columns and create new row of the 8 bits which are parity bits for a whole block. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കിൻ്റെ ഒരു പാരിറ്റി ബിറ്റ് നമുക്ക് കിട്ടി. Note that the first parity bit in the 5th row is based on all first bit and second parity is calculated based on all second bit. അതായത് ഇവിടെയുള്ള ഫസ്റ്റ് ബിറ്റ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരിറ്റി ബിറ്റ് കണ്ടു. ദെൻ അതുപോലെ സെക്കൻഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരിറ്റി ബിറ്റ്, തേർഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരിറ്റി ബിറ്റ്, ഫോർത്ത് കോളത്തിന് കറസ്പോണ്ടിങ് പാരിറ്റി ബിറ്റ്. അങ്ങനെ നമുക്ക് എത്രത്തോളം കോളംസ് ഉണ്ടോ അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരിറ്റി ബിറ്റ് അവിടെ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ LRC increases likelihood of detecting burst errors. A burst error of more than n bit also detected by LRC with a very high probability. അപ്പോൾ വെരി ഹൈ പ്രോബബിലിറ്റിയിൽ തന്നെ മോർ ദാൻ n ബിറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബേസ്റ്റ് എറർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. If 2 bits in one data unit are damaged and 2 bits is exactly same position in another data unit also damaged, the LRC detector will not detect an error. ഇങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാണ്, LRC ഡിറ്റക്ടറിലേക്ക് എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ,
നമ്മൾ VRC പറഞ്ഞു, LRC പറഞ്ഞു. ദെൻ ഫൈനലി നെക്സ്റ്റ് എറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, CRC എന്ന് പറയുന്നത്. ഓക്കെ, the most powerful of the redundancy checking technique is the cyclic redundancy checking. Unlike VRC and LRC, which are based on the addition, ഇതെല്ലാം VRCയിലും LRCയിലൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്, അഡീഷനാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ CRCയിൽ ബൈനറി ഡിവിഷനാണ് നമ്മൾ ചെയ്യുക, ബൈനറി ഡിവിഷനാണ് ചെയ്യുന്നത് കേട്ടോ. In CRC, instead of adding bits together to achieve a desired parity, a sequence of redundant bits called CRC and CRC remainder is appended to the end of the data unit so that the resulting data until becomes exactly divisible by the second പ്രീഡിറ്റർമിൻഡ് ബൈനറി. അതായത് ഇതിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ, നമ്മൾ ഇതിൽ മെയിൻലി നമ്മൾ ബൈനറി ഡിവിഷനാണ് നടത്തുക. ഇങ്ങനെ ബൈനറി ഡിവിഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്നതിനെ ഫൈനലി നമ്മൾ എന്ത് പറയും, CRC എന്ന് പറയും. ഈ ഒരു CRC റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്യും, പ്രീഡിറ്റർമിൻഡ് ബൈനറി ആയിരിക്കും. ഓക്കെ, at this destination the incoming data unit is divided by the same number. If there is no remainder, the data unit assigned to be intact and is therefore accepted. The remainder indicates that the data unit has been damaged in the transit and therefore must be rejected. അപ്പോൾ ഇതിൻ്റെ കേസിൽ സൈക്ലിക് റിഡൻഡൻസി ചെക്കിൽ നമ്മളെന്ത് നോക്കുന്നത്, നമുക്ക് കിട്ടുന്ന റിമൈൻഡറാണ് നോക്കുന്നത്. ആ റിമൈൻഡർ കിട്ടിയതിന് ശേഷം നമ്മളെ ഒറിജിനൽ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എററില്ല, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ ഉണ്ട് എന്നാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. ഓക്കെ, the redundancy bits used by CRC are derived by using data units by predetermined divisor. The remainder is CRC. To be valid, CRC must be two qualities. First one, it must have exactly less than the divisor. ഡിവൈസറിനെക്കാട്ടിലും ലെസ്സർ ആവണം. And appending it to the end of the data string must make the resulting bit sequence exactly divisible by the divisor. അത് ഡിവൈസറായിട്ട് ഡിവിസിബിൾ ആവണം. ഇവിടെ നോക്കുക, CRC ജനറേറ്റർ അല്ലെങ്കിൽ ചെക്കർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതിൽ സെൻറ്ററിൽ എന്തുണ്ട്, ഡാറ്റൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, റിമൈൻഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനെ ഒരു ഡിവൈസറിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അത് റിസീവർ സൈഡിലെത്തിയിട്ട് അതുപോലെ തന്നെ ഡാറ്റയും CRCയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദെൻ അതിനെ വീണ്ടും ഡിവൈസറിലേക്ക് കൊടുത്തിട്ട് റിമൈൻഡറിനെ നോക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെക്കിങ് ഒന്നുമില്ല, അല്ല 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തിട്ടായിരിക്കും, എറർ ഉണ്ടായിരിക്കും. 0 അല്ല എന്നുണ്ടെങ്കിൽ എറർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പറയുന്ന സ്റ്റെപ്സ്, ഫസ്റ്റ് വൺ, എ സ്ട്രിങ് ഓഫ് N0 ഈസ് appended to the data unit. The number of N is 1 less than the number of bits in the predetermined divisor, which is N bits. Okay, the second newly elongated data unit divided by the divisor using a process binary division. The remainder resulting from the division is the CRC. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഈ ഡാറ്റേനെ നമ്മൾ ഡാറ്റ എടുത്തിട്ട് അതിനെന്ത് ചെയ്യും, അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ ഡാറ്റ നമുക്ക് പറഞ്ഞിട്ടുള്ള ആദ്യം ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ഡിവൈസർ നമുക്ക് തരും. ആ ഒരു ഡിവൈസറിൽ എത്രത്തോളം നമ്പർ ഉണ്ടോ അതിൻ്റെ N-1 സീറോസിന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. N-1 സീറോസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
third CRC n bit derived in step 2 replaces append zeros at the end of the data. അപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് ഈ n-1 ഞാൻ പറഞ്ഞു n-1 സീറോസ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, the data unit arrives at receiver data first allowed by the CRC. The receiver treats the whole string as a unit and divides it by the same divisor that was used to find a CRC remainder. അപ്പോൾ ഇങ്ങനെ ഇത് റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാറ്റയും CRCയും കൂടെ എന്ത് ചെയ്യും, റിസീവർ സൈഡിലേക്ക് എത്തും. അതിനെ വീണ്ടും ഒരു ഡിവൈസറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇഫ് ദ സ്ട്രിങ് അറീവ്സ് വിത്തൗട്ട് എറർ ദ CRC ചെക്കർ ഈൽഡ് എ റിമൈൻഡർ ഓഫ് ദ സീറോ ആൻഡ് ദ ഡാറ്റ യൂണിറ്റ് പാസസ്. ഇഫ് ദ സ്ട്രിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ടു ട്രാൻസിറ്റ് ദ ഡിവിഷൻ ഈൽഡ് എ നോൺ സീറോ റിമൈൻഡർ ആൻഡ് ദ ഡാറ്റ അണ്ടിൽ ഡസ് ടു പാസ്. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റൻ്റെ റിസീവർ സൈഡിൽ ഡാറ്റൻ്റെ കൂടെ CRCയും കൂടെ കൊടുത്തു. ദെൻ അതിനുശേഷം അത് ഡിവൈസറിലേക്ക് കൊടുത്തിട്ട് റിമൈൻഡറിലേക്ക് എത്തി. ഓക്കെ, ഈ റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ അപ്പോൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 1 0 0 1 0 0 000. ഓക്കെ, ഇനി അതിൻ്റെ ഡിവൈസറാണെന്ന് പറയുന്നത് 1 1 0 1. അതങ്ങനെ ഡിവൈസ് ചെയ്ത് നമുക്ക് 0 0 1 എന്നുള്ള ഒരു ഡാറ്റനെ കിട്ടി. 0 0 1 എന്നുള്ള ഡാറ്റ. ഓക്കെ, ഇനി ഇതിന് നമ്മൾ റിസീവർ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് എന്തായി, ഈ 1 1 1 0 1 എന്നുള്ളതിനെ വീണ്ടും നമ്മൾ ഡിവൈസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസീവിങ് എൻഡിൽ നമുക്ക് കിട്ടുന്നതുണ്ടല്ലോ, അത് ആ റിമൈൻഡർ കംപ്ലീറ്റ്ലി സീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എററില്ല. അല്ല എന്തെങ്കിലും എററുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വൺസ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ CRC ക്യാൻ ഡിറ്റക്റ്റ് ഓൾ ബേസ്റ്റ് എറേഴ്സ് ദാറ്റ് അഫക്റ്റ് ആൻ ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സ്. ഓക്കെ, ബേസ്റ്റ് എറേഴ്സാണ് ഇത് മെയിൻലി ഡിറ്റക്റ്റ് ചെയ്യുക. CRC ക്യാൻ ഡിറ്റക്റ്റ് ഓൾ ബേസ്റ്റ് എറേഴ്സ് ഓഫ് ദ ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് പോളിനോമിയൽ. CRCൻ്റെ കേസിൽ നമ്മൾ എന്താണ്, ബേസ്റ്റ് എറേഴ്സ് ഓഫ് ലെങ്ത്തിൻ്റെ ബേസ്റ്റ് എറേഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, CRC ക്യാൻ ഡിറ്റക്റ്റ് വിത്ത് ഹൈ പ്രോബബിലിറ്റി ബേസ്റ്റ് എറേഴ്സ് ഓഫ് ലെങ്ത്ത് ആൻഡ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഇനി നെക്സ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ എറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് ചെക്സം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു CRCൻ്റെ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, CRCൻ്റെ കേസിൽ ബൈനറി ഡിവിഷനാണ് അല്ലേ. അതുപോലെ തന്നെ ചെക്സമിൽ നമ്മൾ അഡീഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എറർ ഡിറ്റക്ഷൻ മെത്തേഡ് യൂസ്ഡ് ബൈ ദ ഹയർ ലെയർ പ്രോട്ടോകോൾ ഈസ് കാൾഡ് ചെക്സം. ഹയർ ലെയർ പ്രോട്ടോകോളിൽ നമ്മൾ മെയിൻലി ചെക്സമാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെൻറ്ററിൻ്റെ സൈഡിലും റിസീവറിൻ്റെ സൈഡിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സെൻറ്ററിൻ്റെ കേസിൽ എന്തൊക്കെ വരും, ദ യൂണിറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു k സെക്ഷൻസ് ഓഫ് ഈച്ച് n ബിറ്റ്. ഇതിനെന്ത് ചെയ്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓരോന്നിനും ഓരോ n ബിറ്റ്സ് അല്ലെങ്കിൽ m ബിറ്റ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓൾ സെക്ഷൻസ് ആർ ആഡഡ് ടുഗെദർ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് ടു ഗെറ്റ് ദ സം. അപ്പോൾ എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ സെക്ഷനിൽ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ദ സം ഈസ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ബിക്കം ദ ചെക്ക് സം. എന്നിട്ട് സം ചെയ്തു, അതിന് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്തു. അതിന് കോംപ്ലിമെൻറ്റ് കിട്ടിയ റിസൾട്ടിനെ അല്ലെങ്കിൽ കിട്ടിയ സമ്മിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. അതാണ് നമ്മൾ ചെക്ക് സം. ചെക്ക് സം ഈസ് സെൻഡ് വിത്ത് ഡാറ്റ. എന്നിട്ട് ഈ ചെക്ക് സമ്മിനെ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റൻ്റെ കൂടെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി റിസീവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ ദ യൂണിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു k സെക്ഷൻസ് ഈച്ച് ഓഫ് n ബിറ്റ്സ്. ഓൾ സെക്ഷൻസ് ആർ ആഡഡ് ടുഗദർ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് ടു ഗെറ്റ് സം. ദ സം ഈസ് കോംപ്ലിമെൻറ്റഡ്. അതുപോലെ തന്നെ റിസീവർ സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഓരോ സെക്ഷൻസിനെ എടുത്തിട്ട് സം ചെയ്യും.
സം ചെയ്തിട്ട് ഈ സമ്മിനെ എന്ത് ചെയ്യും, വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ദ സം ഈസ് 0 ദ ഡാറ്റ ആർ അക്സെപ്റ്റഡ്, അതർവൈസ് ദേ ആർ റിജക്റ്റഡ്. സമ്മ് 0 ആയി കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റ അക്സെപ്റ്റ് ആയി, ദാറ്റ് മീൻസ് ഒരു എററും ഇല്ല. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ വന്ന് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ പറയാണ്. 10 10 10 0 1, ദെൻ 00 111 001. ഈ ഒരു ഡാറ്റ നമ്മൾ എഴുതിയതിന് ശേഷം അതിന് സമ്മ് കണ്ടിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു. കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫൈനൽ റിസൾട്ടാണ് അതിൻ്റെ ചെക്ക് സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കിട്ടിയ ഡാറ്റൻ്റെ കൂടെ ഈ ഒരു ചെക്ക് സമ്മിനെയും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി റിസീവിങ് സൈഡിലാണെന്നുണ്ടെങ്കിലോ, റിസീവിങ് സൈഡിൽ നമ്മൾ സെൻഡർ സൈഡിൽ എന്തൊക്കെയുണ്ടായിരുന്നത്, ആ 2 ഡാറ്റാസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ റിസീവർ സൈഡിൽ എക്സ്ട്രാ ഒരു ചെക്ക് സമ്മും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ 3 ഡാറ്റാസിന് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ സമ്മിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യും. കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എററൊന്നുമില്ല. അല്ല ഇടയ്ക്ക് 0 ഇടയ്ക്ക് 1s, ആ ഒരു കോമ്പിനേഷൻ ഓഫ് 1s and 0s ആണെന്നുണ്ടെങ്കിൽ അവിടെ എറർ വരുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ചെക്ക് സം ഡിറ്റക്ട് ഓൾ എറേഴ്സ് ഇൻവോൾവിങ് ആൻ ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആസ് വെൽ ആസ് മോസ്റ്റ് ഓഫ് ദ എറേഴ്സ് ഇൻവോൾവിങ് ആൻ ഈവൻ നമ്പർ ഓഫ് ബിറ്റ്സ്. ചെക്ക് സമ്മിൽ ഓഡ് നമ്പർ ആയാലും കുഴപ്പമില്ല, ഈവൻ നമ്പർ ആയാലും ചെക്ക് സമ്മിൻ്റെ കേസിൽ കുഴപ്പമില്ല. ഓക്കെ, ഇഫ് 1 or more bits of the segment are damaged and the corresponding bit or bits of the opposite value is second segment are also damaged, the sum of those columns will not change and the receiver will not detect the problem. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെഗ്മെൻറ്റിനെ ആഡ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറ്റേ സെഗ്മെൻറ്റിലും ആഡ് ചെയ്യാണ്. ഓക്കെ, അതായത് സെൻറ്ററിൻ്റെ സൈഡും റിസീവറിൻ്റെ സൈഡിലും നമ്മൾ സെൻറ്ററിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഡാമേജ് വന്നു, അതുപോലെ തന്നെ റിസീവർ സൈഡിലും സെയിം ഡാമേജസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലി എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 types ഓഫ് ടെക്നിക്സ് പഠിച്ചു. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്ക്. ദെൻ അതുപോലെ തന്നെ വേറെന്താ, സൈക്ലിക് റിഡൻഡൻസി ചെക്കും ആൻഡ് ചെക്ക് സമ്മും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എറർ കറക്ഷൻ, ഇപ്പോൾ നമ്മൾ എറർ ഡിറ്റക്ഷനാണ് കണ്ടെത്തിയത്. ഇങ്ങനെ ഈ ഡിറ്റക്റ്റ് ചെയ്തതിനെ വീണ്ടും എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക, റിസീവറിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡാറ്റ എടുക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.